ഹായ്, എന്നാ ഉണ്ട് വിശേഷം? അപ്പോൾ ഇത് ഞങ്ങളുടെ ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. ഞായറാഴ്ച ദിവസം ആ പള്ളിയിലൊക്കെ രാവിലെ ഞങ്ങൾ പോയി. കാരണം ഇന്ന് കുഞ്ഞിന് ചെറിയ വയ്യായ്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനെയും കൊണ്ട് വീട്ടിലിരിക്കാമല്ലോ, രാവിലെയാണ് കുഞ്ഞ് ഉറങ്ങിക്കോളും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തിയതാണ്. പള്ളിയിലെത്തിയപ്പോഴേ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മാവുണ്ടല്ലോ, നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് കുറേ മാങ്ങകൾ പള്ളിമുറ്റത്തുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മാങ്ങ കിട്ടി കേട്ടോ. ഇനി കുട്ടികളെയൊക്കെ 9 മണി ആയപ്പോഴത്തേക്കും പള്ളിയിൽ വിട്ടു. അതിനുശേഷം എനിക്ക് ഇച്ചിരി അടുക്കളയിൽ പണികളുണ്ടായിരുന്നു. ഉച്ച സമയം ആയതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ വെയിലിന്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം ഞങ്ങളിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടാണ് ഇരുന്നത്. അങ്ങനെ ഉച്ചയായി, വേദപാഠം കഴിഞ്ഞിട്ട് കുട്ടികളെ കൂട്ടാൻ വേണ്ടി ഞാനും കൂടെ പോയി. അപ്പം ഞങ്ങൾ പിള്ളേരെയൊക്കെ കൂട്ടി വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ വഴിയിലെല്ലാം ഇതുപോലെ കറണ്ട് കമ്പിയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, പണ്ടൊക്കെയാണ് ഈ കറണ്ട് ഇല്ലാതെ കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തോളം ഒക്കെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞായറാഴ്ച ആയിട്ട് കൂടി KCBക്കാരൊക്കെ ഇപ്പോൾ വഴിയിൽ നന്നായിട്ട് പണിത് വൈകുന്നേരം തന്നെ കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ കറണ്ടില്ലാത്ത അവസ്ഥകളൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തായാലും കറണ്ട് വരും വേഗം തന്നെ എന്തൊക്കെയുള്ള പ്രതീക്ഷയിലാണ്. പണ്ട് കിണറ്റിൻ്റെ ചോട്ടിൽ പോയി നിന്ന് കുളിച്ച കഥയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കതൊന്നും അറിയാൻ തന്നെ താല്പര്യമില്ല. അങ്ങനെ ഇന്നും പതിവ് പോലെ മഴയെത്തി. മഴയുടെ കൂടെ ഇത്തവണ ആലിപ്പഴവും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അധികം വൈകാതെ തന്നെ വേഗം റെഡിയായിട്ട്, കറണ്ടൊന്നും ഇല്ല, അത് കാരണം റെഡിയാവാനൊക്കെ പ്രയാസമായിരുന്നു, സമയമെടുത്തു. എന്നാൽ ഞങ്ങളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ പേരപ്പൻ്റെ 90ാമത്തെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞ കുട്ടികൾക്കും ഞങ്ങൾക്കും ഒക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും അവിടുത്തെ ഫുഡും എല്ലാം വളരെ സ്പെഷ്യലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പേരപ്പൻ നെറ്റിയെ കുരിശൊക്കെ വരച്ച് 90ാമത്തെ ബർത്ത്ഡേ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. ഈ കേക്കെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. മിക്ക ഫുഡ് ഐറ്റംസും കസിൻ ചേച്ചിമാർ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എത്ര പേര് ഇവിടെ വിരുന്നിന് വന്നാലും ഒരേ രീതിയിൽ എല്ലാവരെയും സൽക്കരിക്കാനും വേണ്ട കാര്യങ്ങളെല്ലാം സമയാസമയത്ത് അവർക്കുള്ള ഭക്ഷണവും ഇവിടെ അണിയറയിൽ ഒരുങ്ങും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. അതുപോലെ കുട്ടികളാണെങ്കിലും വളരെ ഹാപ്പി ആയിരിക്കും. അവർക്ക് കളിക്കാൻ പറ്റുന്ന ടോയ്സും കൂട്ടുകാരും എല്ലാവരും കൂടി വേറൊരു സൈഡിലുണ്ടാവും. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ഒരു നൈറ്റായിരുന്നു ഞങ്ങൾക്ക് ഈ സൺഡേ നൈറ്റ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.